ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വജൈന ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്തൊക്കെ നമുക്ക് റെമഡീസ് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഫുഡ് ഐറ്റംസ് ആണ്. അതായത് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതിൽ വരുന്നത് വെച്ചാൽ വൈറ്റമിൻ സിയിൽ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ബാക്ടീരിയനോടൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് കഴിക്കാം, സ്ട്രോബെറീസ് കഴിക്കാൻ പറ്റും, ലെമൺ, കിവി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് സ്കിന്ന് ഹീൽ ചെയ്യാനായിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവക്കാഡോസ് കഴിക്കാൻ പറ്റും, സൺഫ്ലവർ സീഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് യോഗേർട്ട്, നല്ല കട്ട തൈരുണ്ടല്ലോ. അപ്പോൾ കട്ട തൈര് എടുത്തിട്ട് നമ്മുടെ ആഹാരത്തിൽ കഴിക്കുന്ന കൂട്ടത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബാക്ടീരിയ ആണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷനിൽ നിന്നൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്തായിരിക്കണം വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുത്തിട്ട് നമ്മുടെ ആ ഭാഗത്ത് കുറച്ച് വേണമെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നമുക്കൊരാശ്വാസം കിട്ടുന്നതായിരിക്കും. ഇത് വരുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇത് ചെയ്ത് നോക്കാവുന്ന ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറുന്നുണ്ടോ നോക്കാം. ഭയങ്കര വലിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഡോക്ടറെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.